നമസ്കാരം, ന്യൂസ് സ്റ്റാർ ന്യൂസിലേക്ക് സ്വാഗതം. ഞാൻ സുജാനിൽ. പ്രധാന വാർത്തകൾ. തെരുവീഥികളെ അക്ഷരാർത്ഥത്തിൽ കുട്ടിസാഗരമാക്കിയ ശിശുദിന റാലി ശ്രദ്ധേയമായി. ബാൻഡ് സെറ്റിന്റെയും മറ്റ് നിശ്ചല ദൃശ്യങ്ങളുടെയും അകമ്പടിയോടെ നീങ്ങിയ ശിശുദിന റാലി കാണുവാൻ നിരവധി ആളുകളാണ് നഗരത്തിന്റെ പ്രധാന റോഡിനിരുവശവും തടിച്ചുകൂടിയത്. ഒന്നിക്കാം ലഹരിക്കെതിരെ എന്ന സന്ദേശവുമായി ബോധവൽക്കരണ പരിപാടി സംഘടിപ്പിച്ചു. വിമുക്തി മിഷന്റെ ആഭിമുഖ്യത്തിൽ ആലപ്പുഴ ജില്ലാ പഞ്ചായത്ത് ഹാളിലായിരുന്നു പരിപാടി സംഘടിപ്പിച്ചത്. ലോക പ്രമേഹ ദിനാചരണത്തിന്റെ ഭാഗമായി വാക്കത്തോണും പ്രമേഹ രോഗ ബോധവൽക്കരണ സെമിനാറും സംഘടിപ്പിച്ചു. അഡീഷണൽ ഡിസ്ട്രിക്ട് മജിസ്ട്രേറ്റ് ആശ സി എബ്രഹാം വാക്കത്തോൺ ഫ്ളാഗ് ഓഫ് ചെയ്തു. തെരുവീഥികളെ അക്ഷരാർത്ഥത്തിൽ കുട്ടിസാഗരമാക്കിയ ശിശുദിന റാലി ശ്രദ്ധേയമായി. ബാൻഡ് സെറ്റിന്റെയും മറ്റ് നിശ്ചല ദൃശ്യങ്ങളുടെയും അകമ്പടിയോടെ നീങ്ങിയ ശിശുദിന റാലി കാണുവാൻ നിരവധി ആളുകളാണ് നഗരത്തിലെ പ്രധാന റോഡിന് ഇരുവശവും തടിച്ചുകൂടിയത്. ഹൈസ്കൂൾ ഓഡിറ്റോറിയത്തിൽ നടക്കുന്ന സമാപന ചടങ്ങ് 2025 കുട്ടികളുടെ ശിശുദിന സ്റ്റാമ്പ് പ്രകാശനം മുനിസിപ്പൽ ചെയർപേഴ്സൺ ശ്രീമതി ബാൻഡ് സെറ്റിന്റെയും മറ്റ് നിശ്ചല ദൃശ്യങ്ങളുടെയും അകമ്പടിയോടെ നീങ്ങിയ ശിശുദിന റാലി കാണുവാൻ നിരവധി ആളുകളാണ് നഗരത്തിന്റെ പ്രധാന റോഡിന് ഇരുവശവും തടിച്ചുകൂടിയത്. ജില്ലാ ഭരണകൂടത്തിന്റെയും ജില്ലാ ശിശുക്ഷേമ സമിതിയുടെയും നേതൃത്വത്തിൽ കുട്ടികളുടെ പ്രധാനമന്ത്രി കുമാരി എം ഗൗരിനന്ദന, കുട്ടികളുടെ പ്രസിഡന്റ് കുമാരി എസ് ഗൗരിലക്ഷ്മി എന്നിവർ നയിച്ച് ഗവൺമെന്റ് ഗേൾസ് സ്കൂളിന് മുന്നിൽ നിന്നും ആരംഭിച്ച ശിശുദിന റാലി ജില്ലാ കളക്ടർ അലക്സ് വർഗീസ് ഫ്ളാഗ് ഓഫ് ചെയ്തു. തുടർന്ന് ജനറൽ ആശുപത്രി ജംഗ്ഷൻ, വെള്ളക്കിണർ, കളക്ട്രേറ്റ് ജംഗ്ഷൻ വഴി റാലി ലജനത്തുൽ മുഹമ്മദിയ ഹയർ സെക്കൻഡറി സ്കൂൾ അങ്കണത്തിൽ സമാപിച്ചു. NCC, സ്കൗട്ട്, വിവിധ സ്കൂളുകളിലെ ബാൻഡ് സെറ്റ്, വർണ്ണക്കുടകൾ ചൂടിയവർ, മാലിന്യം തെരുവിലേക്ക് വലിച്ചെറിഞ്ഞാൽ ഉണ്ടാകുന്ന ദൂഷ്യവശങ്ങൾ വെളിവാക്കുന്ന നിശ്ചല ദൃശ്യം, കുട്ടനാടൻ പാടശേഖരങ്ങളിലെ കൊയ്ത്തിനെ അനുസ്മരിപ്പിക്കുന്ന കർഷക കൂട്ടവുമടക്കം ശിശുദിന റാലിയുടെ മാറ്റുകൂട്ടി. നഗരത്തിലെ വിവിധ സ്കൂളുകളിൽ നിന്നായി 1000-ഓളം കുട്ടികളും അധ്യാപകരും റാലിയിൽ പങ്കെടുത്തു. ശിശുക്ഷേമ സമിതി സെക്രട്ടറി KD ഉദയപ്പൻ, ഉപാധ്യക്ഷ സി ശ്രീലേഖ, ശിശുക്ഷേമ സമിതി ജോയിന്റ് സെക്രട്ടറി K നാസർ, സമിതി എക്സിക്യൂട്ടീവ് അംഗം നസീർ പുന്നയ്ക്കൽ, TA നവാസ്, M നാജ എന്നിവർ റാലിക്ക് നേതൃത്വം നൽകി. ഒന്നിക്കാം ലഹരിക്കെതിരെ എന്ന സന്ദേശവുമായി ബോധവൽക്കരണ പരിപാടി സംഘടിപ്പിച്ചു. വിമുക്തി മിഷന്റെ ആഭിമുഖ്യത്തിൽ ആലപ്പുഴ ജില്ലാ പഞ്ചായത്ത് ഹാളിലായിരുന്നു പരിപാടി സംഘടിപ്പിച്ചത്. സംസ്ഥാന എക്സൈസ് വകുപ്പ് വിമുക്തി മിഷന്റെ ആഭിമുഖ്യത്തിൽ ജില്ലാ പഞ്ചായത്ത് ഹാളിലായിരുന്നു ബോധവൽക്കരണ പരിപാടി സംഘടിപ്പിച്ചത്. ജില്ലാ വിമുക്തി മാനേജർ EPCB മുഖ്യപ്രഭാഷണം നടത്തി. നമ്മുടെ സമൂഹത്തെ ഈ ലഹരി എന്ന മാരക വിപത്തിൽ നിന്ന് രക്ഷിക്കാനുള്ള ബാധ്യതയുണ്ട് എന്നൊരു ബോധ്യപ്പെടുത്തൽ. വിമുക്തി മിഷൻ പ്രവർത്തിക്കുന്നത് ലഹരിയിലേക്ക് വരാൻ സാധ്യതയുള്ള ആളുകളെ അതിൽ നിന്ന് തടയുന്നു. അതുകൂടാതെ അതിലേക്ക് എത്തപ്പെട്ടിട്ടുള്ള ആളുകളെ അതിൽ നിന്ന് രക്ഷിച്ചെടുക്കുന്ന രണ്ട് പ്രവൃത്തിയുണ്ട്. അപ്പൊ അതുകൊണ്ട് ഇതിലേക്കുള്ള ആളുകൾ അതിലേക്ക് പോകാതിരിക്കാനാണ് സ്പോർട്സാണ് ലഹരി, പഠനമാണ് ലഹരി, കളിയാണ് ലഹരി എന്നൊക്കെ പറഞ്ഞ് ഓരോരോ പദ്ധതികൾ ഗവൺമെന്റ് ആസൂത്രണം ചെയ്തിട്ടുണ്ട്. അപ്പൊ അതിലിപ്പോ നമ്മുടെ ജില്ലയില് ആലപ്പുഴ വണ്ടാനം മെഡിക്കൽ കോളേജ് സൈക്കാട്രി വിഭാഗം സീനിയർ റെസിഡന്റ് ഡോക്ടർ ഷെഫീഖ് അഹമ്മദ് വിഷയത്തെ അധികരിച്ച് ക്ലാസുകൾ നയിച്ചു. വിമുക്തി ജില്ലാ കോർഡിനേറ്റർ അഞ്ജു എസ് റാം ചടങ്ങിന് സ്വാഗതവും S ശ്രീജിത്ത് നന്ദിയും പറഞ്ഞു. ജില്ലയിലെ വിവിധ സർക്കാർ വകുപ്പുകളിൽ നിന്നുള്ള ഉദ്യോഗസ്ഥരും വിദ്യാർത്ഥികളും ബോധവൽക്കരണ പരിപാടിയിൽ സംബന്ധിച്ചു.
ലോക പ്രമേഹ ദിനാചരണത്തിന്റെ ഭാഗമായി വാക്കത്തോണും പ്രമേഹ രോഗ ബോധവൽക്കരണ സെമിനാറും സംഘടിപ്പിച്ചു. അഡീഷണൽ ഡിസ്ട്രിക്ട് മജിസ്ട്രേറ്റ് ആശാ സി എബ്രഹാം വാക്കത്തോൺ ഫ്ളാഗ് ഓഫ് ചെയ്തു. ഡയബറ്റിക്സ് നമ്മൾ ബോധവൽക്കരണം നല്ല രീതിയിൽ നമ്മളുടെ ഇപ്പോഴത്തെ പുതുതലമുറയാണ് ബോധവൽക്കരിക്കേണ്ടത്. കാരണം ഇന്നത്തെ പരിപാടിയിൽ ഹെൽത്തി സ്നാക്സ്, ഇപ്പൊ നമ്മുടെ കുട്ടികൾക്കൊന്നും ഇതൊന്നും ആവശ്യമില്ല. അവർക്കെല്ലാം ഈ ഹോട്ടൽ ഫുഡ്സ് അതാണ് വേണ്ടത്. സ്നാക്സ് എന്ന് പറയുന്നതും ബർഗറും മറ്റു കാര്യങ്ങളിലോട്ടാണ് എന്റെ മകൻ ഉൾപ്പെടെ പോകുന്നത്. അപ്പം എന്താണേലും നമ്മുടെ പുതിയ തലമുറയെയാണ് ബോധവൽക്കരിക്കേണ്ടത്. അപ്പൊ അതിനുള്ള ഒരു അവയർനെസ് കൂടെ നമ്മുടെ സ്കൂൾ ക്യാമ്പസുകളിൽ. ദിനാചരണത്തിന്റെ ഭാഗമായി ഡയബറ്റിക് ഹെൽത്തി ഫുഡ് എന്ന പേരിൽ വിവിധ ഭക്ഷ്യ വിഭവങ്ങളുടെ മത്സരവും പ്രദർശനവും നടത്തിയിരുന്നു. പ്രമേഹ രോഗികൾക്ക് അനുയോജ്യമായ ഭക്ഷണമാണ് മത്സരത്തിൽ ഉണ്ടാക്കിയത്. ആലപ്പുഴ അഡീഷണൽ ഡിസ്ട്രിക്ട് മജിസ്ട്രേറ്റ് ആശാ സി എബ്രഹാം ചടങ്ങിന്റെ ഉദ്ഘാടനവും വാക്കത്തോണിന്റെ ഫ്ളാഗ് ഓഫും നിർവഹിച്ചു. റോട്ടറി ക്ലബ്ബ് ഫാലപ്പി ഈസ്റ്റ് പ്രസിഡന്റ് ജെ വെങ്കിടാചലം ചടങ്ങിൽ അധ്യക്ഷത വഹിച്ചു. റോട്ടറി ഡിസ്ട്രിക്ട് അഡ്വൈസർ ബേബി കുമാരൻ, ജനറൽ ആശുപത്രി RMO ഡോക്ടർ PSN, അസിസ്റ്റന്റ് RMO ഡോക്ടർ TF ധന്യ, റോട്ടറി ക്ലബ്ബ് സെക്രട്ടറി അനിൽ എസ് പൈ, നഴ്സിംഗ് സൂപ്രണ്ട് N ഹേമ, റോട്ടറി ക്ലബ്ബ് ഡയറക്ടർമാരായ റോണി മാത്യു, രാജേശ്വരി, അഖിൽ ജോൺ എന്നിവർ സംസാരിച്ചു. ഡോക്ടർ പാർവതി, ഡോക്ടർ അഞ്ജന, ഡയറ്റീഷ്യൻ ജോഷ്മ എന്നിവർ വിവിധ വിഷയങ്ങളെ അധികരിച്ച് ക്ലാസുകൾ നയിച്ചു. മുസ്ലിം ലീഗ് ആലപ്പുഴ നഗരസഭാ സ്ഥാനാർത്ഥി പ്രഖ്യാപന കൺവെൻഷനും നഗരസഭാതല നേതൃസംഗമവും നടത്തി. ലീഗ് ആലപ്പുഴ ജില്ലാ പ്രസിഡന്റ് AM നസീർ പരിപാടിയുടെ ഉദ്ഘാടനം നടത്തി. കൊത്തുകൊച്ചാവടി പാലത്തിന് സമീപം CH മഹലിൽ സംഘടിപ്പിച്ച പരിപാടി മുസ്ലിം ലീഗ് ആലപ്പുഴ ജില്ലാ പ്രസിഡന്റ് AM നസീർ ഉദ്ഘാടനം ചെയ്തു. സംസ്ഥാന ഗവൺമെന്റ് നഗരത്തിലെ ഓരോ പൗരന്റെയും തലയെണ്ണി നൽകുന്ന പണം വികേന്ദ്രീകൃത ആസൂത്രണം വഴി താഴെത്തട്ടിൽ എത്തിക്കുന്നതിന് പകരം അവർ ചെയ്തത് ഏകദേശം 80% ഫണ്ടും സർക്കാർ തിരികെ പിടിക്കുക. 20% ഫണ്ടാണ് നഗരസഭകൾക്ക് ഇപ്പോൾ കരകതമായിട്ട്. അതുതന്നെയാണ് സംസ്ഥാന ഗവൺമെന്റ് പ്രാദേശിക സർക്കാരുകളെ ഞെരുക്കി കൊല്ലുന്ന സ്ഥിതിയിലാണ് കേരളത്തിൽ ആകമാനം. നഗരസഭാതല സ്ഥാനാർത്ഥികളെയും AM നസീർ പ്രഖ്യാപിച്ചു. സിവിൽ സ്റ്റേഷൻ സക്കറിയ, ലജനത്ത്, വലിയകുളം, ആലിശ്ശേരി എന്നീ 5 വാർഡിലെ സ്ഥാനാർത്ഥികളെയാണ് വെള്ളിയാഴ്ച പ്രഖ്യാപിച്ചത്. ലീഗ് ടൗൺ പ്രസിഡന്റ് AM യൂസഫ് പോറ്റി യോഗത്തിൽ അധ്യക്ഷത വഹിച്ചു. മുസ്ലിം ലീഗ് ജില്ലാ ട്രഷറർ കമാൽ M മാക്കീൽ, ഉപാധ്യക്ഷൻ അബ്ദുസലാം ലംബ, ലോയേഴ്സ് ഫോറം സംസ്ഥാന പ്രസിഡന്റ് അഡ്വക്കേറ്റ് A റസാഖ്, അമ്പലപ്പുഴ മണ്ഡലം ജനറൽ സെക്രട്ടറി നാസർ ബി താജ്, യൂത്ത് ലീഗ് ജില്ലാ ജനറൽ സെക്രട്ടറി ഷിബി കാസിം, മണ്ഡലം പ്രസിഡന്റ് മുജീബ് കലാം, പ്രവാസി ലീഗ് സംസ്ഥാന സെക്രട്ടറി ഷുഹൈബ് അബ്ദുള്ള, AM ഇസ്മായിൽ, ബാബു ബഷീർ, TI കലാം, A അബ്ദുൾ മജീദ്, AM നൌഫൽ എന്നിവർ സംബന്ധിച്ചു. ജില്ലാ ടൗൺ ജനറൽ സെക്രട്ടറി AK ശിഹാബുദ്ദീൻ യോഗത്തിന് സ്വാഗതവും ട്രഷറർ A അമീർ നന്ദിയും പറഞ്ഞു. വോട്ടർ പട്ടിക തീവ്ര പരിഷ്കരണവുമായി ബന്ധപ്പെട്ടുള്ള സൗജന്യ സഹായ കേന്ദ്രത്തിന് തുടക്കമായി. SKSSF സഹചാരി സെന്റർ ഓഫീസിലാണ് സഹായ കേന്ദ്രം പ്രവർത്തിക്കുന്നത്. ദിവസവും രാവിലെ 7 മണി മുതൽ 9 മണി വരെ സഹായ കേന്ദ്രം പ്രവർത്തിക്കുമെന്നും സംഘാടകർ പറഞ്ഞു. ആലപ്പുഴ വലിയകുളം ത്രിവേണി ജംഗ്ഷന് സമീപം SKSSF സഹചാരി സെന്റർ ഓഫീസിലാണ് പരിസര പ്രദേശത്തെ വോട്ടർമാരെ സഹായിക്കാനായി SIR ഹെൽപ്പ് ഡെസ്കിന് തുടക്കമിട്ടിരിക്കുന്നത്. ദിവസവും രാവിലെ 7 മണി മുതൽ 9 മണി വരെയാണ് ഹെൽപ്പ് ഡെസ്കിന്റെ പ്രവർത്തനം നടക്കുന്നത്. ഹെൽപ്പ് ഡെസ്കിന്റെ പ്രവർത്തനം ആരംഭിച്ചതോടെ ജാതിമത ഭേദമന്യേ പ്രദേശത്തെ നിരവധി ആളുകളാണ് ഇവിടേക്ക് എത്തുന്നതെന്ന് സംഘാടകർ പറഞ്ഞു. SIR വോട്ടേഴ്സ് ലിസ്റ്റുമായി ബന്ധപ്പെട്ട സംശയങ്ങൾക്കുള്ള മറുപടിയും BLOമാർ നൽകുന്ന എന്യൂമറേഷൻ ഫോം പൂരിപ്പിക്കലടക്കമുള്ള സേവനങ്ങളും ഹെൽപ്പ് ഡെസ്കിൽ നിന്നും പ്രദേശവാസികൾക്ക് ലഭിക്കുന്നുണ്ടെന്നും സംഘാടകർ പറഞ്ഞു. ചെയർമാൻ M കോയാമോൻ, കൺവീനർമാരായ AM സൈഫുദ്ദീൻ, M കബീർ, ഹാഫിള് സയ്യുദ്ദീൻ, മറ്റു ഭാരവാഹികളായ മുഹമ്മദ് ഹസൻ, ഷറഫുള്ള എന്നിവരാണ് ഹെൽപ്പ് ഡെസ്കിന്റെ പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം നൽകുന്നത്. ഹെൽപ്പ് ഡെസ്കിൽ കഴിഞ്ഞ 2 ദിവസമായിട്ട് ഞങ്ങളിവിടെ ആരംഭിച്ചു. അപ്പം നിരവധി ആൾക്കാർ അവർക്ക് വേണ്ട സഹായങ്ങൾ ചെയ്തു കൊടുക്കുന്നുണ്ട്. അതോടൊപ്പം തന്നെ ഇവിടെ നമ്മൾ സഹചാരി സെന്റർ ഏകദേശം 1.5 വർഷമായിട്ട് പ്രവർത്തിക്കുന്നു. ഇതുപോലുള്ള നിരവധി കാരുണ്യ പ്രവർത്തനങ്ങൾക്കും എല്ലാം നേതൃത്വം കൊടുക്കുന്ന ഒരു സംഘടനയാണ്. PDP ആലപ്പുഴ മുനിസിപ്പൽ പ്രവർത്തക കൺവെൻഷനും സ്ഥാനാർത്ഥി പ്രഖ്യാപന ചടങ്ങും സംഘടിപ്പിച്ചു. PDP ആലപ്പുഴ ജില്ലാ പ്രസിഡന്റ് സിനോജ് താമരക്കുളം കൺവെൻഷന്റെ ഉദ്ഘാടനവും സ്ഥാനാർത്ഥി പ്രഖ്യാപനവും നടത്തി. സക്രിയ ബസാറിന് സമീപം ഈസ്റ്റ് വെന്നീസ് ഹാളിൽ നടത്തിയ കൺവെൻഷൻ PDP ആലപ്പുഴ ജില്ലാ പ്രസിഡന്റ് സിനോജ് താമരക്കുളം ഉദ്ഘാടനം ചെയ്തു. PDP ആലപ്പുഴ ജില്ലാ സെക്രട്ടറി അൻസാരി ആലപ്പുഴ യോഗത്തിൽ അധ്യക്ഷത വഹിച്ചു. PTUC സംസ്ഥാന ഉപാധ്യക്ഷൻ ഗഫൂർ കോയിമോൻ മുഖ്യപ്രഭാഷണം നടത്തി. സെക്രട്ടേറിയറ്റ് അംഗം TM രാജാ സാഹിബ് ആമുഖ പ്രഭാഷണം നടത്തി. PDP ആലപ്പുഴ ടൗൺ പ്രസിഡന്റ് ഹാരിസ് കോയാക്കുട്ടി യോഗത്തിന് സ്വാഗതം പറഞ്ഞു. സീന ഷാജഹാൻ, കബീർ അരൂർ, P രതീഷ്, അബ്ദുൾ കരീം, അൻവറബ്ബ, താജു ചുങ്കം, അഹമ്മദ് കബീർ, ഫൈസി, നവാസ്, ഷിയാസ്, യാസർ, ഹാഷിം എന്നിവർ യോഗത്തിൽ സംബന്ധിച്ചു. മുല്ലാത്ത്, ലജനത്ത്, സക്കരിയ, വലിയകുളം, സിവിൽ സ്റ്റേഷൻ, കുതിരപ്പന്തി, പവർ ഹൌസ്, വലിയമരം,
അവലൂക്കുന്ന്, ഇരവുകാട് എന്നീ വാർഡുകളിലാണ് ഇത്തവണ PDP സ്ഥാനാർത്ഥികൾ മത്സരിക്കുന്നത്. കഴിഞ്ഞ തവണ ലജനത്ത് വാർഡിൽ നിന്നും വിജയിച്ച നഗരസഭാംഗമായ P. രതീഷ് ഇത്തവണ സംവരണ വാർഡായ കുതിരപ്പന്തിയിൽ മത്സരിക്കുമെന്നും ഭാരവാഹികൾ പറഞ്ഞു. വോട്ടർമാരിലേക്ക് അവരുടെ അവകാശങ്ങളായി എത്തിപ്പെടേണ്ടതുണ്ട്. അത്തരം പ്രവർത്തനങ്ങളിൽ ജനങ്ങൾക്ക് മുന്നിൽ നിന്നുകൊണ്ട് ഒരു ജനപ്രതിനിധിയായി നിന്നുകൊണ്ട് PDPയുടെ ലേബലിൽ നിന്നുകൊണ്ട് PDP മുന്നോട്ട് വെക്കുന്ന ജനസേവനം ജീവിത ദൗത്യമെന്ന മുദ്രാവാക്യത്തിൻ്റെ ശാക്തീകരണത്തിനായി അവർ നിങ്ങളോടൊപ്പം നിങ്ങളിലൊരാളായി, നിങ്ങളുടെ കുടുംബത്തിലൊരാളായി കാണുവാനാണ് പാർട്ടിയെ സംബന്ധിച്ച് ജനപ്രതിനിധികളെ സൃഷ്ടിച്ചെടുക്കുവാൻ പൊതുപ്രവർത്തകരിൽ നിങ്ങളിലേക്ക് എത്തുന്നത്. തീർച്ചയായും ഇവിടെ ആലപ്പുഴ പട്ടണത്തിൽ ഇന്ന് 5 സ്ഥാനാർത്ഥിമാരെ ഇവിടെ പ്രഖ്യാപിക്കുന്നു. പുന്നപ്ര വിയാനി ക്രിസ്തുരാജ തീർത്ഥാടന കേന്ദ്രത്തിലെ ക്രിസ്തുരാജ മഹോത്സവം ഈ മാസം 17 മുതൽ 23 വരെ നടക്കുമെന്ന് സംഘാടക സമിതി ഭാരവാഹികൾ വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞു. എല്ലാ വർഷവും നവംബർ മാസത്തിൽ ക്രിസ്തുരാജ മഹോത്സവം ഈ തീർത്ഥാടന കേന്ദ്രത്തിൽ നടത്താറുണ്ട്. ഈ വർഷത്തെ ക്രിസ്തുരാജ മഹോത്സവത്തിന് ഒരുപാട് സവിശേഷതകളുള്ളതാണ്. ക്രിസ്തുരാജൻ്റെ തിരുനാൾ സഭയിൽ തുടങ്ങിയിട്ട് 100 വർഷങ്ങൾ പൂർത്തിയാകുന്ന ഒരു സെൻറ്റനറി സെലിബ്രേഷനാണ് ഈ വർഷത്തേത്. 1925 പിയൂസ് 11 പാപ്പയാണ് ആദ്യമായിട്ട് സഭയിൽ ഈ ക്രിസ്തുരാജൻ്റെ തിരുനാൾ ആരംഭിക്കാനായിട്ട് തുടങ്ങിയത്. പുണ്യസ്മരണാർഹനായ പിയൂസ് 11 പാപ്പയാണ് 1925 നവംബർ മാസത്തിൽ ആദ്യമായി ക്രിസ്തുരാജ തിരുനാൾ ആചരണത്തിന് തുടക്കം കുറിച്ചത്. ഈ വർഷം ഇത് ക്രിസ്തുരാജ തിരുനാളിന്റെ 100ാം വാർഷികമാണെന്നും ഭാരവാഹികൾ പറഞ്ഞു. ക്രിസ്തുവിന്റെ മനുഷ്യാവതാരത്തിന്റെ 2025 വർഷത്തിന്റെ ജൂബിലിയും ആഗോള കത്തോലിക്ക സഭ ആചരിക്കുകയാണെന്നും ഇക്കൊല്ലത്തെ ക്രിസ്തുരാജ മഹോത്സവം പ്രത്യാശയുടെ തീർത്ഥാടകർ ഒന്നുചേർന്ന് ക്രിസ്തുവിലുള്ള വിശ്വാസത്തിൽ ആഴപ്പെട്ട് ലോകത്തിന്റെ പ്രകാശവും ഭൂമിയുടെ ഉപ്പുമായി കൂടുതൽ പ്രശോഭിക്കുവാൻ പ്രതിജ്ഞയെടുക്കുന്ന ഒരു അവസരം കൂടെയാണെന്നും ഭാരവാഹികൾ അറിയിച്ചു. ക്രിസ്തുരാജ തിരുനാളിന്റെ 100ാം വാർഷികത്തിന്റെ ഭാഗമായി ക്രിസ്തുരാജ തിരുസ്വരൂപവുമായി കുട്ടനാട്, അമ്പലപ്പുഴ താലൂക്കുകളിൽ വിളംബര വാഹന റാലിയും ഇക്കൊല്ലം നടത്തുമെന്ന് ഭാരവാഹികൾ പറഞ്ഞു. ഫാദർ ക്ലീറ്റസ് കാരക്കാട്ട്, ക്ലാരൻസ് ആന്റണി, ജോസ് സൈമൺ, ഇഗ്നേഷ്യസ് പാസ്കൽ എന്നിവർ വാർത്താ സമ്മേളനത്തിൽ പങ്കെടുത്തു. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. തെരുവീതികളെ അക്ഷരാർത്ഥത്തിൽ കുട്ടിസാഗരമാക്കിയ ശിശുദിന റാലി ശ്രദ്ധേയമായി. ബാൻഡ് സെറ്റിന്റെയും മറ്റ് നിശ്ചല ദൃശ്യങ്ങളുടെയും അകമ്പടിയോടെ നീങ്ങിയ ശിശുദിന റാലി കാണുവാൻ നിരവധി ആളുകളാണ് നഗരത്തിന്റെ പ്രധാന റോഡിനിരുവശവും തടിച്ചുകൂടിയത്. ഒന്നിക്കാം ലഹരിക്കെതിരെ എന്ന സന്ദേശവുമായി ബോധവൽക്കരണ പരിപാടി സംഘടിപ്പിച്ചു. വിമുക്തി മിഷന്റെ ആഭിമുഖ്യത്തിൽ ആലപ്പുഴ ജില്ലാ പഞ്ചായത്ത് ഹാളിലായിരുന്നു പരിപാടി സംഘടിപ്പിച്ചത്. ലോക പ്രമേഹ ദിനാചരണത്തിന്റെ ഭാഗമായി വാക്കത്തോണും പ്രമേഹ രോഗ ബോധവൽക്കരണ സെമിനാറും സംഘടിപ്പിച്ചു. അഡീഷണൽ ഡിസ്ട്രിക്ട് മജിസ്ട്രേറ്റ് ആശാ സി എബ്രഹാം വാക്കത്തോൺ ഫ്ളാഗ് ഓഫ് ചെയ്തു. ഇതോടെ വാർത്തകൾ കഴിഞ്ഞു. നമസ്കാരം.